ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ വലിയൊരു നഷ്ടം സംഭവിക്കുകയാണ് കേട്ടോ തൻ്റെ കടയിൽ. അങ്ങനെ കച്ചവടത്തിൽ വലിയൊരു നഷ്ടം സംഭവിക്കുകയാണ്. ഇതേ സമയത്ത് ശ്രുതിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കേട്ടോ. ശ്രുതിയോട് പോലും ഒന്നും പറയുന്നില്ലേ. ഇത്രയും പെട്ടെന്ന് തന്നെ കട ആരംഭിച്ചപ്പോൾ തന്നെ ഇത്രയും വലിയ ലോസൊക്കെ ഉണ്ടായി എന്ന് അറിയുമ്പോഴത്തേനും എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തി കളിയാക്കുകയൊക്കെ ചെയ്യുമല്ലോ. എല്ലാവരുടെയും മുൻപിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമല്ലോ എന്നൊക്കെ കരുതിയ ശ്രുതിയാണെങ്കിൽ ആരോടും തന്നെ ഈ കാര്യങ്ങളൊന്നും പറയാതെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്താണ് ശ്രുതി ഓർക്കുന്നത്, പണ്ട് രേവതിയുടെ സ്വർണം അമ്മ മേടിച്ച് വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അമ്മയുടെ അലമാരയിൽ നിന്നും അതെങ്ങനെയെങ്കിലും എടുക്കാനൊക്കെ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സ്വർണം അലമാരയിൽ നിന്നും എടുക്കുകയാണ് കേട്ടോ ശ്രുതി. അങ്ങനെ അത് കൊണ്ട് വിറ്റിട്ടായിരിക്കും ആ ഒരു നഷ്ടം തീർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചന്ദ്രമതിയോട് പറയുന്നുണ്ടായിരിക്കില്ലേ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചന്ദ്രമതി അലമാരയൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പെട്ടി തുറന്ന് നോക്കുമ്പോൾ അതിൽ സ്വർണ്ണം ഉണ്ടായിരിക്കില്ല കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ആലോചിക്കുകയാണ്, ഇത്രയും സ്വർണ്ണം ഇത് എവിടെ പോയതാണ്, ഇത് ഈ ഇടയ്ക്കും കൂടെ ഞാനിവിടെ കണ്ടതാണല്ലോ, പിന്നെ ഇതെന്ത് സംഭവിച്ചു, വേറെ ആരെടുക്കാനാ, രവിയേട്ടനും അതുപോലെ തന്നെ രേവതി ഒന്നും എന്തായാലും ഇതൊന്നും എടുക്കാൻ വരത്തില്ല, പിന്നെ ആകെയുള്ളത് അവനായിരിക്കും, ആ ശ്രുതി അവനായിരിക്കും എടുത്തുകൊണ്ട് പോയത് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പോയി കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എടാ എൻ്റെ അലമാരയിൽ വെച്ചിട്ട് സ്വർണ്ണമൊക്കെ എന്തേ, നീ അല്ലാതെ വേറെ ആരും ഈ വീട്ടിൽ നിന്ന് എടുക്കില്ല, അതെന്താ അമ്മ എന്നെ തന്നെ ഇങ്ങനെ സംശയിക്കുന്നത്, ഞാനല്ലാതെ ഈ വീട്ടിൽ വേറെ ആരും ഇല്ലേ, നീ അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും നീ ഈ പരിപാടിയൊക്കെ കാണിക്കുള്ളൂ, സത്യം പറയടാ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് അങ്ങ് കരയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ എനിക്ക് ഇത്രയും രൂപ നഷ്ടം ഉണ്ടായമ്മേ, അതുകൊണ്ടാണ് ഇപ്പം എല്ലാവരോടും അറിഞ്ഞ ആ എന്താ സച്ചിയൊക്കെ ആണെങ്കിൽ എൻ്റെ തലയിൽ കയറും, സച്ചിയൊക്കെ ആണെങ്കിൽ പിന്നെ കളിയാക്കും, പിന്നെ രേവതിയുടെ ഒക്കെ കാര്യം പറയണോ അമ്മേ, അതുകൊണ്ടാണ് അമ്മ ഞാനിത് ചെയ്തത്, അമ്മ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയുടെ മനസ്സലിയാണ്. അങ്ങനെ ചന്ദ്രമതി പറഞ്ഞിട്ട്, ആ സാരമില്ല സാരമില്ല, എന്നാലും നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു, അത് പിന്നെ അമ്മയും സങ്കടപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ട് എന്ന് പറയുമ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞിട്ട്, ആ പോയാൽ പോട്ടെ, നമ്മുടെ അല്ലല്ലോ, അവളുടെ സ്വർണ്ണമല്ലേ, നീ അതേ ഫാഷനിലുള്ള കുറച്ച് മുക്കുവണ്ട വാങ്ങിച്ചുകൊണ്ട് താ, ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് അത് ചോദിക്കുകയോ അത് കാണിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ആ സ്വർണം വേണ്ടേ, അതുകൊണ്ട് നീ പോയി പെട്ടെന്ന് അതൊന്ന് അറേഞ്ച് ചെയ്യ് എന്നൊക്കെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ അതേ ഫാഷനിലുള്ള മുക്കുവണ്ടകളൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചന്ദ്രഭദ്രമായിട്ട് തന്നെ എടുത്തു വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിൽ രേവതിയുടെ സഹോദരിയുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ട് രേവതി ആ സ്വർണ്ണമൊക്കെ ചോദിക്കാണ് കേട്ടോ. ഈ സമയത്ത് ചന്ദ്രമതി ആദ്യം ഒന്ന് വിസമ്മതിക്കുന്നുണ്ടെങ്കിലും രവീന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ആ സ്വർണ്ണമൊക്കെ തിരികെ നൽകുകയാണ് കേട്ടോ. അങ്ങനെ സ്വർണം കൊണ്ടുപോയി സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടെ പണയം വെക്കാനൊക്കെ ആയിട്ട് പോകുകയാണ്. അങ്ങനെ ജ്വല്ലറിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനായിരിക്കും അവർ പറയുന്നത്, ഇത് മുക്കുകൊണ്ടാണ്, നിങ്ങളെന്താ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ, പിടിച്ച് പോലീസിലേൽപ്പിക്കും, കണ്ടലെന്ത് മാന്യര എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആകെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണ് കേട്ടോ. പെട്ടെന്ന് സച്ചി പറഞ്ഞിട്ട് ഈ ഒരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കാല് പിടിച്ച് കേസിൽ നിന്നൊക്കെ ഒഴിവായിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വരും വഴി രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി ഇതൊന്നും സ്വർണ്ണമല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതെന്താ സച്ചിട്ട് അങ്ങനെ ചോദിച്ചത്, എൻ്റെ കയ്യിലുള്ളതെല്ലാം സ്വർണ്ണമായിരുന്നു, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും അതുപോലെ തന്നെ എനിക്ക് മുത്തശ്ശി തന്നതും അങ്ങനെ ആയിട്ട് കുറേ സ്വർണ്ണം ഉണ്ടായിരുന്നു, അതെല്ലാം അന്ന് അമ്മയുടെ ഞാൻ കൊടുത്തതാണ്, പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല, അതുവരെ അത് സ്വർണ്ണം തന്നെയായിരുന്നു സച്ചിയേട്ട എന്ന് പറയുമ്പോൾ സച്ചിയും പറയുന്നുണ്ട്, എന്നാൽ അമ്മയുടെ കയ്യിൽ നിന്ന് ഇതെന്തോ സംഭവിച്ചതാണ്, വാ വീട്ടിൽ നിന്ന് ചോദിക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്ന് ചന്ദ്രമതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കേട്ടോ നമ്മുടെ സച്ചി. ചന്ദ്രമതി പറഞ്ഞിട്ട്, ആഹാ നിൻ്റെ പെണ്ണുമ്പിള്ള മുക്കുകൊണ്ടം കൊണ്ട് വന്നതിന് ഞാനിപ്പോൾ എന്ത് ചെയ്തു, അവൾ മുക്കുകൊണ്ടം കൊണ്ട് വെച്ച് അവൾ എൻ്റെ കൊണ്ടുതന്ന സാധനം ഞാൻ അതെവിടെയൊക്കെ തിരിച്ചും കൊടുത്തു, ഇതിപ്പോൾ എന്നെ കെട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുന്ന കാലമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ആകെ അങ്ങ് ചൂടാകുകയാണ്. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, ഇതെനിക്ക് മുത്തശ്ശി തന്നതും എൻ്റെ വീട്ടിൽ നിന്ന് തന്നതുമായ സ്വർണ്ണമായിരുന്നു, എല്ലാം സ്വർണം തന്നെയായിരുന്നു, ഒന്നുപോലും മുക്കുകൊണ്ടില്ലായിരുന്നു, പിന്നെ ഇതെങ്ങനെ അമ്മയെ സംഭവിച്ചത്, അമ്മ ചുമ്മാ കള്ളം പറയല്ല എന്നൊക്കെ പറയുമ്പോൾ, ആഹാ ഞാനാണ് ഇപ്പോൾ കള്ളം, നീ നിൻ്റെ വീട്ടുകാരും അല്ലേ എല്ലാവരെയും പറ്റിച്ചത്, ആകെ ഒരു നിവൃത്തിയില്ലാതെ ഒരു ഗതിയില്ലാത്തവൾ വീട്ടിലേക്ക് കയറി വരികയും ചെയ്തു, ആകെ ഇത്തിരി പൂണ്ടും സ്വർണവും കൊണ്ടുവന്നു, അതൊട്ട് മുക്കുകൊണ്ടോ, എല്ലാ മനുഷ്യരെ പറ്റിച്ച് ജീവിക്കുന്ന കൂട്ടങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ആകെ അങ്ങ് ആക്ഷേപിക്കാൻ കേട്ടോ. ഉടനെ രവീന്ദ്രൻ ഇടപെടുകയാണ് കേട്ടോ. രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താ ചന്ദ്രമതി ഇത്, നിന്റെ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ, അവർ നിന്റെ കയ്യിലല്ലേ സ്വർണ്ണം തന്നത്, അപ്പോൾ നീ അതിന് ഉത്തരവാദിത്തം പറയേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അതെന്താ രവിയേട്ടാ അങ്ങനെ പറയുന്നത്, അവർ സ്വർണ്ണം തന്നെങ്കിൽ അത് സ്വർണ്ണം അല്ലായിരുന്നോ എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ, ഞാൻ അതൊന്നും ഉരച്ചൊന്നും നോക്കിയില്ലല്ലോ, അവർ തന്നത് മുക്കുകൊണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഉടനെ ചന്ദ്രമതി പറയുന്നുണ്ട്,
പറഞ്ഞിട്ട് കാര്യമില്ല, ഇവളുടെ വീട്ടിലുണ്ടല്ലോ ഒരു കള്ളൻ, അവൻ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോയിട്ട് മുക്കുവണ്ടം കൊണ്ട് വെച്ചതായിരിക്കും, അതായിരിക്കും ഇവൾ അറിയാഞ്ഞത്, അങ്ങനെയൊക്കെ ആകാനേ വഴിയുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞിട്ട്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട കേട്ടോ, അന്ന് ആ കുട്ടിക്ക് ഒരു അബദ്ധം പറ്റി, അത് ആ കുട്ടി തിരുത്തുകയും ചെയ്തു, ഇനി ആ കുട്ടിയുടെ മെക്കിട്ട് കയറേണ്ട കാര്യമൊന്നുമില്ല. ഓ, അവരെയൊക്കെ പറയുമ്പോൾ എന്ത് നാവാ ഇവിടെയുള്ളവർക്ക്, ഉള്ളത് പറഞ്ഞാൽ അല്ലേലും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, എല്ലാം ചന്ദ്രമതിയുടെ കുറ്റം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഓരോന്ന് പറയാൻ നോക്കാൻ കേട്ടോ. ഈ സമയത്ത് ശ്രുതിയും അവിടേക്ക് പറഞ്ഞിട്ടുണ്ടേ. എന്നിട്ട് രണ്ടുപേരും കളിയാക്കലാണ് കേട്ടോ, ഇവരുടെ വീട്ടുകാർ പറ്റിച്ചതാണെന്നും അതുപോലെ തന്നെ ഒരു ഗതിയില്ലാത്തവരല്ലേ അപ്പം മുക്കുവണ്ണം കൊണ്ട് തന്നതാണെന്നും ഒക്കെ പറഞ്ഞ് ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ ആവശ്യത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് രേവതി പറയുന്നത്, എൻ്റെ ഞാൻ സഹിക്കും, എൻ്റെ വീട്ടുകാരെ പറഞ്ഞിട്ടല്ലോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയട്ടോ. ഉടനെ സച്ചിയും ഇടപെടുന്നുണ്ട് കേട്ടോ. സച്ചിയും പറയുന്നുണ്ട്, അമ്മയോട് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി, അമ്മ ബാക്കി കാര്യങ്ങളൊന്നും കിളാൻ നിൽക്കണ്ട, എന്തായാലും രേവതി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് തനി തങ്കം തന്നെയാണ്, അതുപോലെ തന്നെ മുത്തശ്ശിയും തങ്കമാണെന്ന് പറഞ്ഞിട്ട് മുക്കുവണ്ണം കൊടുക്കുന്ന സ്വഭാവമൊന്നും മുത്തശ്ശിക്കില്ല, അതൊക്കെ അമ്മയുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് സച്ചിയും പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ശ്രുതിയും കൂടെ അവിടെ നിന്ന്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും, മുക്കുവണ്ണം കൊണ്ടുവരുമോ വിൽക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്തു, ഞങ്ങൾക്ക് ഓഫീസിൽ പോകാൻ സമയമായെന്നും പറഞ്ഞിട്ട് രണ്ടുപേരുടെ പോകുകയാണ്. ഈ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞിട്ട്, നിൽക്ക് എനിക്ക് നിന്നെയാടാ സംശയം, നീ ഇതൊക്കെ ചെയ്യുള്ളൂ, ഇതുപോലത്തെ കുരുട്ടുബുദ്ധിയൊക്കെ നിനക്കാ ഉള്ളത്, അതുകൊണ്ട് സത്യം പറ ശ്രുതി, നീ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഉടനെ ചന്ദ്രമതി നോക്കിയിട്ട്, കണ്ടോ അമ്മ ഇവൻ പറയുന്നത്, ഞാനെന്തിനാ ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത്, എനിക്ക് നല്ല അന്തസ്സായ ഒരു ജോലിയും നല്ലൊരു വരുമാനമുണ്ട്, പിന്നെ എനിക്കിതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിന്നെ പോലെ നിന്റെ പെണ്ണുമ്പിളുടെ സ്വർണ്ണം മുക്കുണ്ടാന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ. സച്ചി ആവശ്യമില്ലാതെ ശ്രുതിയെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, ശ്രുതിക്ക് ഇപ്പം നല്ല ലാഭമുണ്ട്, കച്ചവടത്തിൽ നല്ല മെച്ചമുണ്ട്, അപ്പോൾ നിൻ്റെ ഭാര്യയുടെ സ്വർണ്ണം എടുക്കേണ്ട ഗതികളൊന്നും ഞങ്ങൾക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പോവുകയാണ്. ഉടനെ സച്ചി വന്നിട്ട്, എന്തായാലും ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ശ്രുതിയുടെ മുറി പരിശോധിക്കാൻ കേട്ടോ സച്ചി. അങ്ങനെ പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കിനും അവിടെ നിന്നും സ്വർണ്ണത്തിൻ്റെ ഒരു ബില്ല് കിട്ടുകയാണ് കേട്ടോ. ആ ബില്ല് അങ്ങനെ കൊണ്ടുപോയി നമ്മുടെ രവീന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, കണ്ടാച്ച ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ശ്രുതിയുടെ ഏർപ്പാടാണ്, ശ്രുതിയ ഈ ഉടായ്പ എല്ലാം ചെയ്യുന്നത്, അതിന് കൂട്ടു നിൽക്കാൻ നമ്മുടെ അമ്മയും എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ കേട്ടോ. നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ശ്രുതിയും എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്. ഇങ്ങനെ എല്ലാവരും വന്ന് ഹോളിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുമായിരിക്കും കേട്ടോ. ഈ സമയത്ത് ശ്രുതിയുടെ കാരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്, എന്താടാ ഇതേത് സ്വർണ്ണം വിറ്റേണ്ട ബില്ലാടാ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ രേവതിയുടെ അത് പറയാൻ കേട്ടോ. ഇതെങ്ങനെ നിൻ്റെ കൈ കിട്ടി, സത്യം പറയടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കച്ചവടത്തിൽ നഷ്ടം വന്ന കാര്യം, അതുപോലെ തന്നെ സ്വർണ്ണം എടുത്ത കാര്യം, എന്നിട്ട് അമ്മ മുക്കുകൊണ്ടം കൊണ്ടുവെക്കാൻ പറഞ്ഞ കാര്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയാൻ കേട്ടോ ശ്രുതി. ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ആഹാ കള്ളന് കഞ്ഞി വെച്ചവളാണ് അല്ലേ നീ, അവൻ എന്തെങ്കിലും കള്ളത്തരം ചെയ്യുമ്പോൾ അത് പറഞ്ഞ് തിരുത്താനുള്ളതിന് അവന് കൂട്ടു നിൽക്കുകയല്ല നീ ചെയ്യുന്നത്, നീയൊക്കെ ഒരമ്മയാണോ, എല്ലാ മക്കളെയും ഒരുപോലെ കാണണം, അല്ലാതെ രണ്ട് കണ്ണുകൊണ്ടല്ല ഓരോരുത്തരെയും കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ നല്ല കണക്കിന് കൊടുക്കാനിട്ടോ ചന്ദ്രമതിക്ക്. എല്ലാവരുടെയും മുൻപിൽ ഒന്നും മിണ്ടാൻ കഴിയാതെ അങ്ങനെ നിൽക്കാനിട്ടോ. ശ്രുതിയാണെങ്കിൽ ആകെ സങ്കടപ്പെടുകയാണിട്ടോ, കാരണം ശ്രുതി ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ ശ്രുതി പറഞ്ഞു, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അച്ഛ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും അതൊക്കെ ചുമ്മാ പറഞ്ഞ എല്ലാവരും കൂടെ ചേർന്നിട്ടായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കിനും ശ്രുതി പറഞ്ഞിട്ട്, ഇല്ല ഇവക്കൊന്നും അറിയില്ല, ഇവൾക്ക് സങ്കടമാവെന്നും പറഞ്ഞിട്ട് ഞാൻ ഇവളോട് ഒന്നും പറഞ്ഞില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുകയാണ് ചന്ദ്രമതി ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. ഉടനെ സച്ചി പറയുന്നുണ്ട്, എന്ത് ഉത്സാഹമായിരുന്നു ഇവളുടെ വീട്ടുകാരും ഇവളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, ഞങ്ങളൊന്നും നിങ്ങളുടെ അതേ സ്വഭാവക്കാരും നിങ്ങളുടെ തരക്കാരും അല്ല, സമ്പത്തൊക്കെ ഇച്ചിരി കുറവാണെങ്കിൽ അന്തസ്സുള്ളവർ, അല്ലാതെ നിങ്ങളെപ്പോലെ കട്ടുമോട്ടിച്ചും വലിയ പണക്കാരനാകാൻ നോക്കുന്നവരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒക്കെ കണക്കിന് കൊടുക്കാനുണ്ട് നമ്മുടെ സച്ചിക്കാണെങ്കിൽ ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഉടനെ രേവതിയും പറയുന്നുണ്ട്, ഇത്രയും നേരം എൻ്റെ വീട്ടുകാരെയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് എല്ലാ പ്രശ്നത്തിലും അവരെ വലിച്ചു കഴിക്കുന്നത്, എന്നെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടെങ്കിൽ എന്നെ പറഞ്ഞാൽ മതി, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഈ സ്വർണ്ണം അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തന്നേനെ, നിനക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ബുദ്ധിമുട്ടും ആ കമ്പനിയിൽ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ അതിന് മോട്ടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറഞ്ഞിട്ട്, കണ്ടടാ മോളുടെ മനസ്സ് കണ്ടോ, ഈ മനസ്സിന് നീയൊക്കെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ നീയൊക്കെ എന്ന് മനസ്സിലാക്കും, നീ നിൻ്റെ അമ്മയും എപ്പോഴും ചതിയും വഞ്ചനയും കുശുമും കുന്നായ്മയും മാത്രമല്ലേ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളൂ, എങ്ങനെയെങ്കിലും കാശുകാരനാകുക, പണം മാത്രം, ഇതുപോലെ നല്ല ഹൃദയങ്ങളെ തിരിച്ചറിയാൻ നിനക്കൊക്കെ കഴിയണടാ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ പറഞ്ഞിട്ട്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നടന്നതൊക്കെ നടന്നു, ചന്ദ്രമതി നീ പറഞ്ഞതിനും ഈ വായിട്ട് ആലോചിച്ചതിനും ഒക്കെ മോളോട് മാപ്പ് പറ. ഞാൻ അവളോട് മാപ്പ് പറയാനും നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്, അതിന് ഞാൻ ഒന്നുകൂടെ ജനിക്കണം, എന്നാൽ നീ ഒന്നുകൂടെ പോയി ജനിക്കുക, നിൻ്റെ തള്ളയോട് പോയി പറ ഒന്നുകൂടെ ജനിപ്പിക്കാൻ, അല്ലാതെ പിന്നെ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേട്ടണം എന്ന് പറയുമ്പോൾ ഞാൻ മാപ്പ് പറയത്തില്ല. ഉടനെ ശ്രുതിയും പറഞ്ഞു, അതിന് അമ്മ എന്തിനാണ് മാപ്പ് പറയുന്നത്, അമ്മയൊന്നും ചെയ്തില്ലല്ലോ, അമ്മയല്ലേ കള്ളത്തത്തിനെല്ലാം കൂട്ടി നിൽക്കുന്നത്, എന്നാൽ നിങ്ങൾ മാപ്പ് പറ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ കേട്ടോ. ഉടനെ ചന്ദ്രമതി പറഞ്ഞില്ല, മര്യാദയ്ക്ക് രേവതി മോളോട് പറഞ്ഞതിനെല്ലാം മാപ്പ് ചോദിച്ചണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം എൻ്റെ മറ്റൊരു മുഖം നീ കാണും എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ നമ്മുടെ
അവസാനമാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ എന്താ ചന്ദ്രമതി പറഞ്ഞില്ല, ഞാൻ മാപ്പ് പറയത്തില്ല, അങ്ങനെ ഇവളുടെ മുമ്പിൽ തല കുനിക്കാൻ എനിക്ക് ആവില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും പിന്നെ രവീന്ദ്രൻ പറയുന്നുണ്ട്, നിന്നോട് പറഞ്ഞ മര്യാദയ്ക്ക് ചെയ്തോണം, അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ നീ ഈ വീട്ടിൻ്റെ പടി ചവിട്ടത്തില്ല ഇനി എന്നൊക്കെ പറയാൻ കേട്ടോ. ഉടനെ ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഉടനെ രേവതിയോട് പറയുന്നുണ്ട്, എണീ നിനക്കിപ്പോൾ സമാധാനമായോ, എന്നെ രവിയേട്ടനെ തമ്മി തല്ലിച്ചപ്പോൾ നിനക്കിപ്പോൾ സമാധാനമായോ, നീ ഇതല്ലേ ആഗ്രഹിച്ചത്, നിൻ്റെ കാല് പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇപ്പോൾ ഇത്രയും പേക്കൂത്തുകൾ ഇവിടെ കാണിച്ചു കൂട്ടി, നീ നിൻ്റെ ഭർത്താവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഉടനെ സച്ചി പറഞ്ഞിട്ട്, എന്ത് കാണിച്ചാലും അമ്മ എന്തിനാണ് ഞങ്ങളുടെ മെക്കിട്ടോട്ട് കയറുന്നത്, ഇപ്പം തെറ്റ് ചെയ്തത് അമ്മയല്ലേ, ആ തെറ്റ് തിരുത്താനല്ലേ അച്ഛൻ പറയുന്നുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ തല കുനിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയാനോട്ടോ. ഉടനെ രവീന്ദ്രൻ പറഞ്ഞിട്ട്, എങ്കിൽ ഈ വീടിൻ്റെ പടി നീ ചവിട്ടത്തില്ല, മര്യാദയ്ക്ക് ഇറങ്ങിക്കും, എൻ്റെ വാക്കിന് വിലയില്ലെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ടാന്നേ എന്ന് പറയാനോട്ടോ. അങ്ങനെ അവസാനം നിവർത്തിയില്ലാതെ ചന്ദ്രമതി പറയാണ്, മാപ്പ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങനെ കയറി പോകുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി റൂമിൽ ചെന്നിട്ട് എന്താ നമ്മുടെ ചന്ദ്രമതിയെ കണ്ടിട്ട് കാല് പിടിക്കുന്നൊക്കെ ഉണ്ട്, അമ്മേനോട് ക്ഷമിക്കമ്മേ, അറിയാതെ സംഭവിച്ച അമ്മയെന്നൊക്കെ പറയുമ്പോഴത്തേനും ചന്ദ്രമതി എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ, ആ പിച്ചക്കാരിയുടെ മുമ്പിൽ പിച്ചക്കാരിന് ഈ മാപ്പ് ചോദിച്ചപ്പോൾ നിനക്ക് സമാധാനമായല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറഞ്ഞു, അമ്മേ നമുക്കും ഒരു ദിവസം വരും, സാരമില്ല, അവൻ കണ്ടുപിടിക്കുന്നത് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയുടെ മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ അത് എന്നോടല്ലേ നീ പറയേണ്ടത്, അതിനിങ്ങനെ കള്ളത്തരം കാണിക്കുകയാണ് ചെയ്യുന്നത്, ഇപ്പോൾ എല്ലാവരുടെ മുമ്പിൽ ഞാനും കൂടെ അല്ലേ നാണം കെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ ശ്രുതിയോടും പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ട് എന്ത് പറയണമെന്നറിയാൻ നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചു വിടാൻ കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്.